والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയും കാവലും നാം ഏവരിലും ഉണ്ടാകുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിന്റെ പുണ്യകരമായ ദിനരാത്രങ്ങളെ ചൈതന്യവത്താക്കുവാനുള്ള നമ്മുടെ ഈ ശ്രമം, ഈ കൂട്ടായ്മ, ഈ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ ഇൽമു തേടി അവന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തിട്ടുള്ള റഹ്മത്തും സക്കീനത്തും സർവോപരി നമ്മളെ അള്ളാഹുവിന്റെ ഹബലത്തുൽ അർശ് ചുമക്കുന്ന മലായികത്തുകൾ നമ്മെക്കുറിച്ച് റബ്ബിന് മുമ്പിൽ ഈ ഒരു കൊച്ചു സംഘത്തെ അവിടെ അനുസ്മരിക്കും. അങ്ങനെ അനുഗ്രഹീതമായ സദസ്സാണ് അത്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയം മുഴുവൻ അതായത് തസ്ബീഹൻ, നിങ്ങളുടെ മൗനം മുഴുവൻ തസ്ബീഹായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ശബ്ദം അനുകൂലമല്ല. എന്തായാലും ഈ നോമ്പിന്റെ തൊട്ടു മുമ്പുള്ള പരിപാടികളുടെ തുടർച്ചയായിട്ട് വന്ന ഒരു ചെറിയ പ്രശ്നമാണ്. ഇപ്പത് ശാന്തപുരത്തേക്ക് വരാതിരിക്കണ്ടെന്ന് വെച്ച് രാവിലെ മക്കരപ്പുറമ്പ് ഒരു പരിപാടി ഉണ്ടായി. അതിവിടെ കുറച്ച് മര്യാദക്ക് പറഞ്ഞു. അപ്പോ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വളരെ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമുഖത്തേക്ക് അയച്ചത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ അയക്കപ്പെട്ട സംഗതിയെ, ലക്ഷ്യത്തെ പല വീക്ഷണത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇന്നീ ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് മനുഷ്യനെ അയച്ചു. നബുലുവക്കും അയ്യക്കും അഹ്സൻ അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സുകർമ്മികൾ എന്നറിയുവാൻ വേണ്ടി പഠിച്ചു. അങ്ങനെ പല വിഷയങ്ങളിൽ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സലീം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നിർണിതമായ സമയമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ആയുസ്. ആ ആയുഷ്കാലത്തിൽ നമ്മൾ ഏറ്റെടുത്ത ദൗത്യത്തെ എങ്ങനെ നമ്മൾ കാണുന്നു, എങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭാഗധേയം നിർണയിക്കപ്പെടുന്നത്. സാധാരണ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കല്ല് വെട്ടുന്ന ആളുകളുടെ ഒരു കഥ. കുറച്ച് ആളുകൾ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നു, കല്ല് ചെത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കല്ല് കൊത്തിക്കൊണ്ടിരിക്കുന്നു. ആളോട് നിന്നിട്ട് ഒരാളോട് ചോദിക്കുന്നത് താങ്കൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അയാൾ പറയുന്നു, ഐ ആം വർക്കിംഗ് ഫോർ മൈ ബ്രെഡ്, എന്റെ ഉജീനത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുകയാണ്, എന്റെ വയറ്റുപിഴപ്പിന് വേണ്ടി പണിയെടുക്കുകയാണ് എന്നാണ് ഒരാൾ പറയുന്നത്. രണ്ടാമത്തെ ആള് പറയുന്നത് അങ്ങനെയല്ല, ഐ ആം കാവിംഗ് എ സ്റ്റോൺ, ഞാനൊരു കല്ല് ചെത്തി രൂപപ്പെടുത്തി എടുക്കുകയാണ്. മൂന്നാമത്തെ ആള് പറയുന്നത് ഇതുമല്ല, അയാൾ വേറൊരു ആൻസറാ പറയുന്നത്, ഐ ആം ബിൽഡിംഗ് എ ടെമ്പിൾ, ഞാനൊരു മനോഹരമായ ദേവാലയത്തിന്റെ പണിപ്പുരയിലാണ്. ഈ മൂന്നാളുകൾ ചെയ്യുന്ന പണി ഒന്ന് തന്നെയാണ്. പക്ഷെ മൂന്ന് പേരുടെയും ആൻസർ വേറെ വേറെയാണ്, വ്യത്യസ്തമായ ഉത്തരമാണ്. ഇത് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വത്തെ എങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പണി, വൈകുന്നേരമായ കൂലി കിട്ടണം, ആ അർത്ഥത്തിലുള്ള ഒരു പണി, അത്രേ അദ്ദേഹം അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. പണിയൊന്നുമില്ലാതെ കറക്കി നടക്കുന്ന എനിക്ക് നേരിപ്പോ ഒരു പണി തന്നിട്ടുണ്ട്, ഞാൻ കൃത്യമായും ചുമതലാബോധത്തോടുകൂടി ഞാനത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കല്ലിന് പകരം ചിലപ്പോൾ 3 or 4 കല്ലുകൾ വേസ്റ്റായി എന്ന് പറഞ്ഞേക്കാം. അത് അയാൾക്കിട്ടൊരു പണി കൊടുക്കലായിരുന്നു. ആയതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ആയതുകൊണ്ട് കുറച്ച് ജാഗ്രതയോടുകൂടി എന്റെ ഈ പണിയെ ഞാൻ കാണേണ്ടതുണ്ട്. മൂന്നാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതൊരു പണിയായിട്ട് തന്നെയല്ല കാണുന്നത്, അതൊരു സബര്യയാണ്. അത് അയാൾ അതിലേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അസ്സലാമു റബ്ബിൽ ആലമീൻ എന്ന് നമ്മളൊക്കെ പറയുന്ന പോലെ സമ്പൂർണമായിട്ട് സർവാത്മന എന്റെ സ്വലാത്തി വനുസുക്കി, ഒന്നും എവിടെയെങ്കിലും കരുതി വെപ്പോ ബാക്കി വെപ്പോ ഒന്നും ഇല്ലാതെ എല്ലാം ഒരാൾക്ക് സമർപ്പിക്കുന്നത് പോലെ അയാൾ ആ ജോലിയിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
ഈ അർത്ഥത്തിലാണ് മൂന്നാമത്തെ. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് 3 പേര് ചെയ്യുന്നതും ഒരു പണിയാണ്, 3 പേരോട് ചോദിച്ചതും ഒരു ചോദ്യമാണ്. പക്ഷെ 3 ആൻസർ വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ 3 മനോഭാവമാണ്. ആറ്റിറ്റ്യൂഡ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. മനോഭാവം. 3 ആളുകൾ 3 മനോഭാവത്തിലാണ് അതിനെ എടുത്തിട്ടുള്ളത്. പറയാറുണ്ട് ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, ഔന്നത്യമാണ്. നിങ്ങളുടെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്, നിങ്ങളുടെ സമീപനമാണ് നിങ്ങൾ എങ്ങനെയാകണം, എന്താകണം എന്ന് തീരുമാനിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിക സമൂഹം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 3 ടൈപ്പ് ആളുകളെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉത്തരവാദിത്തത്തെ 3 അർത്ഥത്തിൽ കാണുന്ന ആളുകളെ കാണാം. ഒന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞത് ഒരു നാമത്തെ വാസ്ത മുസ്ലിം അല്ലെ, അങ്ങനെ ഒരു പേരിന് മാത്രം മുസ്ലിമായി അതിന്റെ ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, കുറച്ച് ആരാധനയിലൊക്കെ കുറെ കൂടെ നിഷ്ഠയുള്ള, കുറച്ചൊക്കെ ജീവിതത്തിൽ സൂക്ഷ്മതയും മറ്റുമൊക്കെ അവലംബിക്കുന്ന രണ്ടാമത്തെ ഒരു പറ്റം ആളുകൾ. ഈ രണ്ടാമത്തെ ആളുകളെ മനസ്സിലാക്കുന്നത് ഞങ്ങള് തന്നെയാണ് യഥാർത്ഥത്തിൽ സമ്പൂർണമായിട്ട് ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, ഒക്കെയാണ് എന്റെ നിലപാട് എന്നർത്ഥമാണ് ഉള്ളത്. മൂന്നാമത്തെ ഒരു തരം ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മാതിരി ഒരു സംഗതിക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ പറഞ്ഞയച്ചത്. ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഇങ്ങനെ തട്ടിക്കൂട്ട് കുറച്ച് പരിപാടികളുണ്ടല്ലോ, അതിനൊന്നും അല്ല പറഞ്ഞയച്ചത്. അതിന്റെ ഒക്കെ അപ്പുറത്ത് അവിടുത്തെ പ്രവാചകന്മാര് നിയോഗിക്കപ്പെട്ട ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് തന്നെയാണ് എന്നെയും അയച്ചത്. അവരുടെ അഭാവത്തിൽ അത് നിർണയിക്കുക, അതാണ് ഖലീഫ എന്ന് പറയുന്ന പണി. ആ പണിയിലേക്ക് ഞാൻ എന്നെ പരിവർത്തിപ്പിക്കുക, ഞാൻ എന്നെ മാറ്റിയെടുക്കുക. ആ അർത്ഥത്തിൽ ഞാൻ പണിയെടുക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നതൊന്നും അല്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ എടുത്തു നോക്കിയാൽ ഇവിടെ അത് ചെയ്യാൻ വേറെ ആളുകൾ മലക്കുകൾ ഉണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞല്ലോ നഹ്നുസബ്ബിഹുബിഹംദിക വനുഖദ്ദിസുലക, ഞങ്ങളുണ്ടല്ലോ പഠിച്ചോനെ ഈ തസ്ബീഹും തഹ്മീദും ഒക്കെ ചെയ്യാൻ. എന്തിനാണ് ഈറ്റങ്ങളെ അങ്ങോട്ട് അയക്കുന്നത്? ഇവരാകട്ടെ രക്തം ചിന്തി കുഴപ്പമുണ്ടാക്കി ഭൂമുഖത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മമാരെ അങ്ങോട്ട് അയക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ദിക്റും ദുആയും ആണെങ്കിൽ ഞങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള പരിമിതമായ ഒരു അർത്ഥത്തിലുള്ള ഒരു സാധനമാണെങ്കിൽ ഇവരങ്ങോട്ട് പോകേണ്ടതില്ല, ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മാരണത്തിന് എന്തിനാണ് വലിച്ചിടുന്നത് എന്നാണ് ചോദ്യം. കാരണം ഇനി ആഴമോ മാലാത്താഴമോ നിങ്ങൾ മനസ്സിലാക്കിയതല്ല, വേറെ ചില സംഗതികൾ ഇവരെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് ഈ ഭൂമുഖത്തേക്ക് അയക്കപ്പെട്ടത്. ഇപ്പൊ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ലൈഫ് ടൈം പറയുന്നത്, ജീവിതകാലം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തമായ കാലഘട്ടത്തെ എത്ര ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് ആ വിഷയവുമായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, എന്തുമാത്രം സാധ്യതകൾ നമുക്കുണ്ട്. നമുക്കങ്ങനെ സ്വാട്ട് എന്ന് പറയും, കുട്ടികൾക്കൊരു ഇത് ചെയ്യാറുണ്ട്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഇത് 4 ഒരു സംഗതി വിജയിപ്പിക്കുമ്പോൾ ഇതിൽ നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാ റഹ്മാനായ റബ്ബ് നമുക്ക് ഇതിന് തന്നിട്ടുള്ളത്, നമ്മുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെ വീക്ക്നെസ്സുകളെ നമ്മൾ മറികടക്കണം, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്, എന്തൊക്കെ ത്രെട്ടുകളാണ് നമ്മൾ വകഞ്ഞു മാറ്റുന്നത്. ഈ അർത്ഥത്തിലൊക്കെ നോക്കിക്കൊണ്ടൊരു വിശ്വാസി തനിക്ക് നൽകപ്പെട്ട കാലയളവിനുള്ളിൽ തന്റെ ദൗത്യം എത്ര കണ്ട് നിർവഹിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ പിന്നെ ഓർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ കാലത്ത് തന്നെ ജനിച്ചു മരിച്ചുപോയ കുറേ ആളുകളുണ്ട്. എല്ലാവരെയും നമ്മൾ ഓർക്കാറില്ല. സ്വഹാബെ കിറാമിൽ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് 1 ലക്ഷത്തെ ചില്ലാനും സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഓർക്കപ്പെടുന്നത് ചിലരെ മാത്രമാണ്. കുറെ ഇമാമുകളെ നമ്മൾ ഓർത്തെടുക്കാറുണ്ട്, അതേപോലെ തന്നെ മുജദ്ദിദുകളെ നമ്മൾ ഓർക്കാറുണ്ട്, അതേപോലെ ചില പരിഷ്കർത്താക്കളെ നമ്മൾ ഓർക്കാറുണ്ട്. നമ്മളൊരു പക്ഷേ നാളെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, അടുത്തൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിച്ച ആരാ കരയുക? നിങ്ങൾ മരിച്ചാൽ കരയാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലാത്തൊരു ചോദ്യമാണ് ഇല്ലേ? ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെ കാരണം അനിവാര്യമായിട്ട് അവർ കരഞ്ഞാൽ മതിയാവും. ആർത്ഥത്തിൽ കരയാന്നല്ലാതെ
നിങ്ങളുമായിട്ട് നേർക്കുമേലൊരു കുടുംബ ബന്ധമോ അയൽപക്ക ബന്ധമോ അതുപോലുള്ള വേറൊരു ബന്ധമോ ഇല്ലാത്തൊരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി കരയുവാൻ നിങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടതിൽ. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലെ ജീവിതത്തെ നോക്കുമ്പോൾ ആ ജീവിതത്തെ ഏത് കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുക എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഞാൻ അലക്സാണ്ടറിന്റെ എന്റെ മുമ്പിൽ കുറെ ന്യൂജൻ കുട്ടികളും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ ക്ലാസ്സുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ചരിത്രവും സംഭവവും മറ്റതും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്നറിയോ, ഇതൊരു എറ ഓഫ് ഡിസ്ട്രാക്ഷൻ ആണ്. എറ ഓഫ് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തൊരു കാലമാണ്. ഒരു സംഗതിയിലും നമ്മൾ നിൽക്കില്ല. കാരണം ഈ സാധനങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ റീൽസ് വരും, അതിൽ ആദ്യം സ്പോർട്സ് വരും, വേണ്ട തള്ളി, അപ്പോഴേക്ക് സിനിമ വരും, അതങ്ങനെ അപ്പോഴേക്ക് പൊളിറ്റിക്സ് വരും, അപ്പോഴേക്ക് ഹെൽത്ത് വരും, അപ്പോഴേക്ക് എഡ്യൂക്കേഷൻ വരും, അപ്പോഴേക്ക് സെക്സ് വരും. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഏതോ ഒന്നിലാണ് നിങ്ങൾ നിൽക്കുക. അതിന് മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ തോണ്ടി വിടും. അങ്ങനെ ഇരുന്ന് നമ്മുടെ തലയ്ക്ക് ഒരു സാധനം സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനും നിങ്ങളൊക്കെ പങ്ക്. അതിന് പുതിയ ജനറേഷൻ മാത്രമല്ല, അൽഫ ജനറേഷൻ മാത്രമല്ല, ഞാനും നിങ്ങളൊക്കെ ഇതിന്റെ അഡിക്റ്റാണ്. അങ്ങനെ നമുക്കിപ്പോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നറിയാം, ഒന്നിലും നമ്മൾ ശ്രദ്ധിക്കരുത്. ഒരു പക്ഷെ ഇങ്ങനെ ഇരിക്കണ്ടാവും നിങ്ങൾ, സംഗതി ഡിസ്ട്രാക്ട് ആയി പോയിക്കൊണ്ടേയിരിക്കും. ഒന്നില് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലത്ത് വല്ലാണ്ട് നീട്ടിപ്പരത്തി മണിക്കൂർ കണക്കിനുള്ള നമ്മുടെ വയറ് നമ്മുടെ പുതിയ കുട്ടികൾക്ക് വളരെ അരോചകമാണ്. രണ്ടാമത്തെ നമുക്ക് എന്നും ബിലാലിനെ അടിച്ചു, അമ്മാറിനെ അടിച്ചു, പാലിന് വെള്ളം കൊഴുത്തി, ഇതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പുതിയ കുട്ടികൾ നമ്മളോട് ചോദിക്കാം. ഞാൻ പറയുന്നത് അതും നമുക്ക് പറയേണ്ടതുണ്ട്, അതിൽ നിന്നും ചിലത് പഠിക്കേണ്ടതുണ്ട്, അതല്ലാത്ത ചിലത് നമ്മൾ പറയേണ്ടതുമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും പരിചയമുള്ള, അവര് വായിച്ചുകൊണ്ടിരിക്കുന്ന, അവര് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികളെ കൂടെ ഇതിനിടയിൽ കൂടെ നമ്മൾ പറയുമ്പോൾ അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്തപോലെ ആവും എന്ന് വിചാരിക്കുന്നത് എത്ര കണ്ട് നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം. അവരാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക. അവരാണ് പുതിയ കാലഘട്ടത്തിൽ അറിയാലോ, പുതിയ യുവാക്കളും പുതിയ വിദ്യാർത്ഥികളും ഓരോ കുട്ടികളും വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന രക്ഷിതാക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു കാലഘട്ടത്തിൽ അവരെ കൂടെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ കണ്ടത്. അലക്സാണ്ടറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാസിഡോണിയൻ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി അങ്ങനെ തന്റെ ജൈത്രയാത്ര തുടരുന്നതിനിടയിൽ അലക്സാണ്ടർ ഒരു ഭാഗത്ത് ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ ഓടുന്ന ആളുകളെ കണ്ടപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, എവിടേക്കാ അവരൊക്കെ കൂടെ പോകുന്നത് ചോദിച്ചു. അപ്പോ ഡയോജനസ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ജ്ഞാനി വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടെ പോവാണ്. പിന്നെ അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ലോകം മുഴുവൻ ചെയ്യാണ്ടിരിക്കുകയാണല്ലോ, അവനോട് എന്നെ ഒന്ന് കാണാൻ പറയുമോ, അയാളോട് എന്നെ ഒന്ന് മുഖം കാണിക്കാൻ പറയുമോ. ഈ അടിയൻ ഒരാൾ പോയിട്ട് അദ്ദേഹത്തോട് പോയി പറഞ്ഞു, നിങ്ങളെ അലക്സാണ്ടർ കാണാൻ പറഞ്ഞു. ഡയോജനസ് എന്താ പറഞ്ഞതെന്നറിയോ, നമ്മളിനൊരു MLA യോ MP യോ അല്ല പഞ്ചായത്ത് മെമ്പറും വേറെ ദൂരത്തേക്കൊന്നും പോണ്ട, ഒരാളെ കാണണം പറഞ്ഞു പറഞ്ഞാ എപ്പോ എത്തി വെച്ചാൽ പറ്റിയ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് അല്ലെ, ഒരു സെൽഫി എടുത്ത്. കാരണം നമുക്ക് താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞ എന്താണെന്നറിയാം, എനിക്ക് അങ്ങനെ കാണേണ്ട ഒരാവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ലെറ്റ് ഹിം കം ആൻഡ് സീ. അന്ന് എന്നെ വന്ന് കണ്ടോട്ടെ, ഞാൻ എന്തിനാണ് വൈഷട്ടായി, ഞാൻ എന്തിനാ പോകണം, എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഓമ്പടെ വന്ന് കണ്ടോട്ടെ. ഈ ലോകം മുഴുവൻ കീഴടക്കി ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇത് പറയണമെങ്കിൽ ഇതെങ്ങനെ പറയാൻ കഴിയും? ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു വീക്ഷണമാണ്. അവിടെ നിന്നാണ് അത് ഉണ്ടാകുക അല്ലെ. യക്ഷ അന്നല്ലാത്ത ഒരാളെ പേടിക്കാത്തൊരു മനുഷ്യന്റെ ആലോചിച്ചു. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ആർക്കത് പറയാൻ കഴിയും. ഇവിടെ ഒന്നിനോടും താല്പര്യമില്ല, ഇവിടത്തെ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങളിൽ കെട്ടിക്കുടുങ്ങി നിൽക്കുന്ന ആളല്ല. പോട്ടെ, അവസാനം അലക്സാണ്ടർ ഇങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നോക്കിയപ്പോ ഇത്രയും വലിയൊരാള് വന്നതല്ലേ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കണ്ടേ? ഇല്ല, അദ്ദേഹം സൺബേത്തിങ് ഇല്ലായിരുന്നു, സൂര്യപ്രകാശം കൊണ്ട് കിടക്കുകയാണ് അവിടെ. അപ്പൊ എന്താ താങ്കൾക്ക് വേണ്ടത് ചോദിച്ചു. ചക്രവർത്തിയെ ചോദിക്കണം, ആരോട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും പറയാൻ. താല്പര്യമുള്ളവന് ആവശ്യങ്ങളുടെ പട്ടിക തന്നെ ഉണ്ടാവും, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഈ സൺലൈറ്റ് മറക്കാതെ താനൊന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഈ പ്രകൃതിയുടെ വരദാനമാണ് ഈ സൂര്യന്റെ പ്രകാശം.
അത് ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ. അത് മറയ്ക്കാതെ താനങ്ങ് മാറി നിൽക്കുക, മാറുന്നത്. അപ്പൊ രണ്ടാമത്തെ അടിയും കിട്ടി. സംഗതി ആള് ചില്ലറക്കാരനല്ല. അപ്പൊ അദ്ദേഹം എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? താങ്കൾ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോ തന്റെ അപ്പൻ ഫിലിപ്പ് ഉണ്ടല്ലോ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ തന്തയ്ക്ക് വിളിച്ചോന്ന് പറയാം. നിന്റെ അപ്പൻ ഫിലിപ്പിന്റെ എല്ല് തിരയുകയാണ്. ഇവിടെ കുറെ പന്നിയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ എല്ല് കിടക്കുന്നുണ്ട്. അതിന് നിന്റെ അച്ഛന്റെ ഇതേമാതിരി ലോകമൊക്കെ അടക്കി പിടിച്ച ആളല്ലല്ലോ നിന്റെ ഉപ്പാന്റെ എല്ല് ഞാൻ തരിക. പിന്നെ ഒരു മെസ്സേജാണ് ആ പറഞ്ഞത്. നമുക്കത് മനസ്സിലാകണമെങ്കിൽ ആ അർത്ഥത്തിൽ അത് വായിക്കണം. അത് കേവലം ആ എല്ല് തരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ദുനിയാവിലൊന്നും ചെയ്യാതെ പോയ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ. പട്ടിയെ പോലെ, പൂച്ചയെ പോലെ, പന്നിയെ പോലെ, പല്ലിയെ പോലെ, എലിയെ പോലെ, പാമ്പിനെ പോലെ, പഴുതാരയെ പോലെ, അങ്ങനെ അതൊക്കെ ചത്തുപോയി. അതേമാതിരി മൂപ്പരും മരിച്ചു. അവരൊക്കെ മരിച്ചതിന്റെ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹവും ഇല്ല. എന്താ പിന്നെ അവനും വ്യത്യാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിലുള്ള ലഖദ് കറംനാ ബനി ആദം എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റത്തെ എല്ലാ കഴിവുകളും, അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ കൈക്കുടന്തയിലാക്കുവാനുള്ള കഴിവും, വൈജ്ഞാനികമായിട്ടുള്ള കഴിവും, അതുപോലുള്ള ഇന്റലക്ച്വലായിട്ടുള്ള കഴിവുകളും പറഞ്ഞ പോലെ എല്ലാം കഴിവ് കൊടുത്ത് ഇന്ന് ലോകത്തെ തന്നെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ സംഭവിക്കണം നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റില്ല. ഇന്ന് 25 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു മൊബൈലും ഇങ്ങനത്തെ ഒരു സംവിധാനത്തെ പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇന്ന് അതുകൊണ്ട് എന്തൊക്കെ നടക്കുന്നത് നമ്മൾ ആലോചിക്കണം. അതേപോലെ ഇനി വരാം. ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനത്തെ കുറെ മൃഗങ്ങൾ ചത്തുപോകുന്ന പോലെ പോകേണ്ടവരാണോ? ഫിഡൽ കാസ്ട്രോവും പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയാൻ സംഗതി ദൈവവിശ്വാസം പഠിച്ചവനെ പറ്റിയൊന്നുള്ള ആളല്ല. അയാളും പറഞ്ഞത് അടയാളം ഏർപ്പെടുത്തുന്നവനെ മനുഷ്യനെന്ന് പറയാം. നീ ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കണം, അല്ലെ? ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഒരു പക്ഷി പറയാം, ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നറിയിക്കുവാൻ താഴെയിട്ടൊരു തൂവൽ മാത്രം മതി. ഇനിയും ഉണ്ടാവും എന്നറിയിക്കുവാൻ പകർന്നു നിൽക്കുന്ന ചൂട് മാത്രം മതി. ഇനിയും എങ്ങനെ കിളികൾ ആവിഷ്കരിക്കും അവരുടെ ജീവനെ? ഒരു ചെറിയ 4 പേര് കവിത. ഒരു പക്ഷി പോലും പറയണ അങ്ങനെയാണ്. ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കുന്നതുണ്ടെങ്കിൽ ഒരു കൂവലും മതി. അവൻ നീ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ ശബ്ദിക്കണം. ശബ്ദമില്ലാത്തവന് പിന്നെ ഇല്ലല്ലോ. നമ്മള് ബ്രോയിലർ കോഴികൾ നിറയെ വെച്ചിട്ടുണ്ടാവും. അപ്പുറത്ത് നാടൻ കോഴികളും ഉണ്ടാവും. ബ്രോയിലർ കോഴി അതിന്റെ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീന്മേശയിലേക്ക് പോകാൻ വേണ്ടി അതിന്റെ സോഫ്റ്റ്വെയർ അങ്ങനെ ഉണ്ടാക്കിയത്. അത് തിന്ന് നിൽക്കാൻ വയ്യാണ്ട് കിടക്കും. ഓടില്ല, ചാടില്ല. തന്നെ അറക്കാൻ വേണ്ടി പിടിക്കാൻ വരുന്നവനെ കാത്തിരിക്കും, കഴുത്ത് വെച്ചു കൊടുക്കും. ഒരിക്കലും രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കില്ല. അവനങ്ങനെ. മറ്റവൻ അങ്ങനെയല്ല. അവൻ ശബ്ദിക്കും, അവൻ പ്രതികരിക്കും. നീ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് നീ പ്രതികരിക്കൽ കൂടിയാണ്. ഞാൻ ഉണ്ട് എന്നുള്ളതിന് ഞാൻ ശബ്ദിക്കുന്നു എന്നുള്ളതാണ്. എന്റെ സാന്നിധ്യം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ഒരു ഒച്ചപ്പാടുണ്ടാക്കുന്ന, ഒരു അറിയിപ്പുണ്ടാക്കുന്ന, ഒരു ആന്തോളനം ഉണ്ടാക്കുന്ന ഒന്നായി ഞാൻ ജീവിക്കുന്നു. ഇല്ല, ഞാൻ ജീവിച്ചിരുന്നു, പക്ഷി പറഞ്ഞത് ഞാൻ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് താഴെയിട്ട തൂവൽ മാത്രം മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കാണുന്ന തൂവലുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ കേവലം ജീവിച്ചു പോവുകയല്ല, ഞാൻ ജീവിച്ചതിന്റെ ചില അടയാളങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഇനിയും ഞാൻ ഉണ്ടാവും എന്നുള്ളതിന് പകർന്നു നൽകുന്ന ചൂട്. വാഴ കണ്ടിട്ടില്ലേ? വാഴ അതിന്റെ ദൗത്യം എന്ന് പറയുന്ന ഒരു കൊല ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്, ഒരു വാഴക്കൊല. പക്ഷെ ആ വാഴയുടെ ചുവട്ടിൽ കാണാൻ കുറേ, അല്ലേ, ശരി, പക്ഷെ എന്താ കന്നല്ലേ പറയല്? വാഴക്കന്ന് എന്തായാലും പറയുന്നത് ഇവിടെ നമ്മള് വാഴക്കന്നെന്നാ പറയുന്നത് പാലക്കാട്. നിങ്ങൾ എന്താ പറഞ്ഞു വെച്ചാൽ അത് ആ സാധനം നിറയുന്നുണ്ട്. ആ ഉണ്ടാവണം എന്താ വെച്ചാൽ ഞാൻ എന്നോടത്തോടുകൂടെ അവസാനിക്കേണ്ടതല്ല. ഇതിന്റെ തുടർച്ച ഉണ്ടാകണം, ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകണം, ഒരു നൈരന്തര്യം ഉണ്ടാകണം. അതിനുവേണ്ടി വരാൻ പോകുന്ന ഒരു തലമുറയെ കൂടെ മൗൾഡ് ചെയ്തിട്ടാണ് അവനോട് നിഷ്ക്രമിക്കുന്നത്. അതാണ് പറഞ്ഞത്. ഞാൻ ആ പകർന്നു നൽകുന്ന, അടയിരിക്കുമ്പോ പകർന്നു നൽകുന്ന ചൂടിൽ പോലും അതുണ്ട്. ഈ അർത്ഥത്തിൽ ഒരു മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവരുടെ ദൗത്യം ഇവിടെ നിർവഹിക്കും.
ജപ്പാനിലേക്ക് പോയി ടോക്കിയോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഹച്ചിക്കോ എന്ന് പറഞ്ഞിട്ടൊരു നായയുടെ പ്രതിമ ഉണ്ടെന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഒരു നായ, സംഭവം ഒരു പ്രൊഫസറിന്റെ നായ പ്രൊഫസറോടൊപ്പം പോകും. പ്രൊഫസർ ട്രെയിനിൽ കയറുമ്പോൾ നായയോടെ കാത്തിരിക്കും. പിന്നെ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നായ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരും. ഇതാ മൂപ്പന്റെ പണി. അങ്ങനെ ഒരു ദിവസം പ്രൊഫസർ പോയി, അവിടുത്തെ ഒരു സൈലന്റ് അറ്റാക്ക് എന്തോ ഉണ്ടായി, വിഷം മരിച്ചു. എന്നിട്ട് വന്നില്ല. ഹച്ചിക്കോ അവിടെ കാത്തുനിന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 9 വർഷം. 9 വർഷം തന്റെ ജീവിതകാലം, നടക്കാൻ വയ്യാത്ത കാലം വരെ തന്റെ യജമാനനെ കാത്തുകൊണ്ട് ആ സ്റ്റേഷനിൽ പോയി നിന്നപ്പോ അയാൾക്ക് വേണ്ടി ഒരു പ്രതിമ ഇല്ലാതിരിക്കാൻ കഴിയും? നമ്മൾ സാധാരണ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാധനമാണ്, ചീത്ത പറയാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം നായ. പക്ഷെ ഒന്ന് ആലോചിച്ചു, അങ്ങനെ തന്നെയാണ്. വേറൊരു പ്രതിമയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനേക്കാൾ കുറച്ചുകൂടെ ടച്ചിങ് ആണെന്ന് തോന്നുന്നു. അത് ചെങ്കിസ് ഖാന്റെ മരുന്നിന്റെ പ്രതിമയുണ്ട് ചൈനയിൽ. ചെങ്കിസ് ഖാൻ അവിടെ പോകുമ്പോൾ, എവിടെ പോകുമ്പോഴും തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ കൊണ്ടു നടന്ന ഒരു പരുന്തുണ്ട്. എല്ലായിടത്തും കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹം വേട്ടയ്ക്ക് പോയെടുത്തത് ഒറ്റപ്പെട്ടു. വഴിയറിയാതെയായി, ആകെ ഇടങ്ങാറായി. കൂടുള്ളവരൊക്കെ പോയി. വിശപ്പായി, ദാഹമായി. നോക്കുമ്പോ ഒരിറ്റ് വെള്ളം, ഇങ്ങനെ ഒരു ഊറ്റുണ്ട്, ചെറിയ ഒരു ഉറവയുണ്ട്. നമ്മുടെ പക്ഷിക്ക് അദ്ദേഹം തന്റെ പക്ഷിക്കൊരു ക്രൗൺ ഉണ്ടാക്കി കൊടുത്തു. ഒരു ചെറിയ കിരീടം പോലെ, തലയിലൊരു തൊപ്പി പോലെ സാധനം. തന്റെ പെറ്റായതുകൊണ്ട് മറ്റു പക്ഷികളിൽ നിന്ന് ആനയ്ക്ക് നെറ്റിപ്പെട്ടപ്പെട്ട പോലെ സാധനം ഉണ്ടാക്കി. അപ്പൊ ഈ വെള്ളം പിടിക്കാൻ വേറൊരു സംഗതിയില്ല. അപ്പൊ മൂപ്പര് ആ സാധനം കണ്ട് എടുത്തിട്ട് മെല്ലെ വെള്ളം ഇങ്ങനെ പിടിച്ച് കുടിക്കാൻ പോകുമ്പോൾ ഈ പക്ഷി ഒരു തട്ടയായിട്ട് ആ വെള്ളം താഴെ. മൂപ്പരത് എടുത്തു, വീണ്ടും എടുത്തിട്ട് വീണ്ടും ആ വെള്ളം എടുത്ത് വീണ്ടും വായിലേക്ക് വെക്കുമ്പോൾ വീണ്ടും തട്ടിക്കളഞ്ഞു. 3ാമത്തെ പ്രാവശ്യം എടുക്കാൻ നിന്നപ്പോ വാള് വരും. ഇനി നീ വെള്ളം തട്ടിയാൽ ഞാൻ നിന്നെ വെട്ടും എന്ന് പറഞ്ഞു. പക്ഷെ പരമ്പിനെ അറിയാം ഭാഷ. ആള് ഊരിയപ്പോ തന്നെ അറിയാം. 3ാമത്തെ പ്രാവശ്യവും എടുത്തു, പരുന്ന് തട്ടി, അങ്ങേര് വെട്ടി, ചത്ത് വീണു പാത്രം. ആ പാത്രം തിരിച്ചു കിട്ടാത്ത താഴത്തേക്ക് ഉരുണ്ടുരുണ്ടു. പിന്നെ അന്വേഷിച്ചു പോവുകയാണ് പാത്രത്തെ. അന്വേഷിച്ചിട്ട് എവിടുന്നാണ് ഈ വെള്ളത്തിന്റെ നീരുറവ, എവിടുന്നാണ്? അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് പക്ഷിയുടെ കാഴ്ചയല്ലല്ലോ നമ്മുടെ കാഴ്ച, അല്ലെ? ബേർഡ്സ് വ്യൂ എന്ന് പറയില്ലേ? നമ്മളെക്കാളൊക്കെ ഉയരത്തുനിന്ന് കാണും. അവൻ കണ്ട കാഴ്ചയില് അവിടെ ഒരു വിഷപ്പാമ്പ് ചത്തു കിടക്കുന്നുണ്ട്. തന്റെ യജമാനനെ രക്ഷിക്കുവാനായിരുന്നു തട്ടിമറിച്ചത് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അങ്ങനെ എത്തിയില്ല. അപ്പൊ അവിടെ ഒരു സമർപ്പണം നോക്കുക. തന്റെ യജമാനന് വേണ്ടി തന്നെ സർവാത്മന സമർപ്പിച്ച. ഞാൻ ഈ പറഞ്ഞതൊക്കെ മൃഗങ്ങളുടെ കഥയാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ ബുദ്ധിപരമായ കഴിവും ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ തന്നിട്ടുള്ള നമ്മൾ പടച്ചോർക്ക് സമർപ്പിച്ചവരാണ് എന്ന് ഒരു ദിവസം എത്രയോ അദ്ദേഹത്തിന്റെ പരുന്തിന്റെ പ്രതിമ അവിടെ ഉണ്ട് കഴിയട്ടെ. ഒരു ദിവസം എത്രയോ പ്രാവശ്യം റബ്ബിനോട് നമ്മൾ പറയുന്നവരാണ്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതും അതിന്റെ വേറൊരു പ്രഖ്യാപനമാണ്. ഓരോ നേരത്തും നമ്മൾ അള്ളാഹുവിനോടുള്ള ആ സമർപ്പണം ഓർമ്മപ്പെടുത്തുകയും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ പഠിച്ചവരുമായിട്ടുള്ള കരാറ് പുതുക്കിക്കൊണ്ടുകയും അല്ലെ? ഈ മാസത്തിലുടനീളം നമ്മൾ പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെയാണ്. റിഫ്രഷ് ചെയ്യാനല്ലേ അതിന്റെ ഈമാൻ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കൽ വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുക. ഈ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ നമ്മൾ ചെയ്യുന്ന ഈ പണിയോട്, ഈ സംഗതിയോട് എന്താണ് നമ്മുടെ നിലപാട്? എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? നമുക്ക് ലഭ്യമായിട്ടുള്ളതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും വേണ്ടത്ര ഉണ്ടോ ഇല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാനൊന്ന് വെറുതെ ചോദിച്ചു നോക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ കഴിവുകളാണ് തന്നിട്ടുള്ളത്? ആ തന്ന കഴിവുകളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ഉദാഹരണത്തിന് ബുദ്ധിപരമായ കഴിവുകൾ തന്നിട്ടുണ്ട്. ചില ആളുകൾ നല്ല ബിസിനസ്സിൽ കണ്ണിങ് ആയിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ അതേപോലെ തന്നെ സമർത്ഥന്മാരായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയിരിക്കും, വല്ല ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സ് ആയിരിക്കും, നല്ല ടെക്നോക്രാറ്റുകളായിരിക്കും. അതേപോലെ ആ അർത്ഥത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കഴിവുകൾ അവരതിനെ കൃത്യമായി ക്രമപ്രവൃത്തമായി വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് ശാന്തപുരത്തെ അല്ലെങ്കിൽ നമ്മുടെ പട്ടിക്കാട്ടിലെ ഒരു ഒന്നൊന്നൊരാളാണ് നമ്മൾ.
ഈ നമ്മൾ ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചേരുവകളൊക്കെ നമുക്ക് തന്നിരുന്നു. അതിനെ കൃത്യമായി വളർത്തേണ്ട സമയത്ത് കൃത്യമായിട്ട് അതിന് വേണ്ട വെള്ളവും വളവും കൊടുത്ത് നമ്മൾ വളർത്തി നമ്മളിത് ആർജിച്ചെടുക്കും. ഒരു കച്ചവടക്കാരനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ കച്ചവടക്കാരൻ കസ്റ്റമേഴ്സിനെ അറിഞ്ഞു, അയാളുടെ കാലഘട്ടത്തിന്റെ തേട്ടങ്ങൾ മനസ്സിലാക്കി, ഇപ്പോഴെന്ത് കൊടുക്കണമെന്ന് അവൻ പഠിച്ചു, മനസ്സിലാക്കി കൃത്യമായിട്ട് ഓരോ കസ്റ്റമറെയും കണ്ട് അവനോട് ആ സാധനം എടുപ്പിച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയവനാണ് കച്ചവടക്കാരൻ. ഇതിനാണ് അയാളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വക കഴിവുകൾ തന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഖലീഫ എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ബാക്കിപത്രമായിട്ട് എന്താണ് ഇവിടെ അവശേഷിക്കുന്നത്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. അത് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദഅവത്താണ്. നമ്മുടെ സാധനം മറ്റൊരാളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അയാളോട് എടുപ്പിക്കുകയും എന്നിട്ട് അയാളുടെ പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇതാണല്ലോ ദഅവത്ത്, ഇതാണ് ബിസിനസ്. ദഅവത്തും തന്നെയാണ്. എന്റെ ദർശനം, എന്റെ ആദർശം, അല്ലെങ്കിൽ ഞാൻ വിഭാവനം ചെയ്യുന്ന എന്റെ ഈ സംഗതി, ഇതിന്റെ മെച്ചവും അതിന്റെ ഗുണവും ഒക്കെ മറ്റേയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് അയാളെ കൊണ്ട് അത് എടുപ്പിക്കുക. അതാണ് അന്ന് അവര് ചെയ്തിരുന്നത്. ഇവിടെ മാലിക് ദീനാനും സംഘമൊക്കെ വന്നപ്പോ അവരുടെ കച്ചവടത്തോടൊപ്പം അവർ നിർവഹിച്ചത് അങ്ങനെയാണ്. അവരവരുടെ വേറൊരു പണിയും വേണ്ടാന്ന് വെച്ചിട്ടില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. വേറൊന്നും വേണ്ടാന്ന് വെക്കേണ്ടതുമില്ല. വെക്കാതെ തന്നെ ഇൻഷാ അല്ലാഹ് ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ആ അർത്ഥത്തിലൊന്ന് എടുത്തു നോക്കുക. എന്റെ ബിസിനസ്സിൽ ഞാൻ ഇന്നിപ്പോ ഒന്നൊന്നര ആളാണ്. പക്ഷെ ഈ രംഗത്ത് ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ബിഗ് സീറോ ആണ്. അപ്പൊ എന്താ ഇവിടെ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്താണ്. നമ്മൾ ഇതിനെ എങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ, ഇത് നമുക്ക് എന്തോ ഒരു സംഗതി. ഇത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഒരു കുട്ടീനെ നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്ത്. ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, മറ്റേ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ചെസ് കളിക്കാനുള്ള സ്ഥലമുണ്ട്, അതേപോലുള്ള സംവിധാനമൊക്കെ ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇവൻ അവിടെ ചെന്ന് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതൊക്കെ അവനക്ക് ഹലാലാണ്, ഇതൊന്നും അവനക്ക് ഹറാമല്ല. ഇതെല്ലാം അവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇരുന്നിട്ട് അവസാനം പാസ്സായിട്ടില്ലെങ്കിലോ അവനെ പറഞ്ഞയച്ചത് എന്തിനാ? തരമുണ്ട് പഠിക്കാൻ. ഈ അക്സസറീസ് ഉണ്ടല്ലോ, ഈ സാധനമൊക്കെ ഒരുത്തങ്ങനെ കളിച്ചിട്ട് അതിൽ തന്നെ കളിച്ചിട്ട് അവസാനം തോറ്റു കഴിഞ്ഞാൽ അവനെ പറ്റി നമ്മൾ എന്താ പറയാ? അവന്റെ 2 വർഷത്തിനകം 3 വർഷത്തിനകം അവൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ഡിഗ്രി അവൻ ഈ സമയത്തിനകം അവൻ കംപ്ലീറ്റ് ചെയ്യാതെ അവനിങ്ങനെ സ്വിമ്മിംഗ് പൂളിലും പ്ലേ ഗ്രൗണ്ടിലും ഗാർഡനിലും കളിച്ചിട്ടും ജനിച്ചിട്ടും ഒക്കെ അവൻ പോയി അവൻ ചെയ്യേണ്ടത് ചെയ്തില്ല. ഇതേ അർത്ഥത്തിലുള്ള ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മളിവിടെ അക്സസറീസിലാണുള്ളത്. നമ്മുടെ ഈ മറ്റ് സംഗതികളിൽ നമ്മുടെ ശ്രദ്ധ ഊന്നുകയും അടിസ്ഥാനപരമായ സംഗതികളിൽ നിന്ന് മറക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ നമുക്കൊന്നും ബാക്കി അവിടെ ഉണ്ടാവില്ല. നമുക്ക് ബാക്കിയാണ് നമ്മ കദ്ദമത്തിന്റെ പതി. അങ്ങനെയല്ല നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ നാളേക്ക് വേണ്ടി കരുതി വെച്ചത്? നാളേക്ക് വേണ്ടി കരുതി വെക്കപ്പെടുന്ന ചിലത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇൻഷാ അല്ലാഹ് ഇവിടെ പോകാൻ. നമ്മൾ ഈ വാഹനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റിയർ വ്യൂ മിറർ എന്നാണ് അല്ലെ, സൈഡിലുള്ള ഒരു മിറർ. ആ മിററിലൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും ഓർക്കുണ്ടോ? ഒബ്ജക്ട് ഇൻ ദ മിറർ ഈസ് നിയറർ ദാൻ ദാറ്റ് സ്ഫിയർ. ഈ കണ്ണാടി കൂടെ കാണുന്ന കുന്തണ്ടല്ലോ, എന്താ വെച്ചാൽ ഒബ്ജക്ട്, ആ സാധനം അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്താണ്. ഈ മുമ്പിലേക്ക് പോകണവർ എന്തിനാ പിന്നിലേക്ക് നോക്കണം? താൻ പിന്നിലേക്ക് കൂടെ നോക്കേണ്ടതുണ്ട്. തന്റെ കടന്നു വന്ന പാതകളെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് എത്ര കണ്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ട്, എത്ര കണ്ട് വിജയകരമായിട്ടുണ്ട്, എത്ര കണ്ട് അനുകൂലമായിട്ടുണ്ട്, എത്ര കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾ വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ആലിസിൻ അപ്പൊ അതിൽ ആലീസും ഇവനും കൂടെ മുയലും കൂടെ ഒരു വർത്തമാനമുണ്ട്. ഇനി പോയിട്ട് റോഡിലെത്തിയപ്പോ 2 റോഡ് കാണാം. അപ്പൊ ആലീസ് മുയലിനോട് ചോദിക്കും, ഏത് വഴിക്കാണ് ഞാൻ പോകേണ്ടത്? അപ്പൊ മുയൽ തിരിച്ചു ചോദിക്കും, ആക്ച്വലി വാട്ട് ഇസ് യുവർ ഡെസ്റ്റിനേഷൻ? എനിക്ക് എവിടെയാ ചങ്ങായി എത്തേണ്ടത്? നോ ഐഡിയ. എനിക്ക് എവിടെ എത്തേണ്ടത് ഐഡിയ ഇല്ല. പിന്നെ ഏത് വഴിക്ക് വേണമെങ്കിൽ പോയിക്കോ. ഈ ഐഡിയ ഇല്ലാത്തവന്, എവിടെയാ ലക്ഷ്യമില്ലാത്തവനക്ക് ഏത് വഴിയും പോവാം. നമ്മളങ്ങനെയാണോ? നമുക്കൊരു ലക്ഷ്യമില്ലേ? നമ്മൾ എവിടുന്നോ വന്നത് അവിടേക്ക് തിരിച്ചെത്തണം. പിന്നെ ജന്നത്തിലെ ജന്ന അല്ലെ, നമ്മൾ ജന്നത്തുനിന്നാ വന്നത്, തിരിച്ച് ജന്നത്തേക്ക് തന്നെയാ പോകേണ്ടത്. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ ലക്ഷ്യമില്ലാത്തവരല്ല. ആ ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ
നമ്മള് ഇവിടെ ചെയ്തു കിട്ടുന്ന നമുക്ക് നാളേക്കും അവിടേക്ക് കിട്ടുന്ന പോലുള്ള ചില സംഗതികൾ കൂടെ ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോവാൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ സഹോദരിമാർക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ പറയുന്നത് കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. വീട്ടിലെ ഒരു സ്ത്രീ കല്യാണം വിളിക്കാൻ വന്നിട്ട് അവര് വന്ന് പറയാണ് എന്തെന്നറിയാം, മോളുടെ കല്യാണം കുറച്ചു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആഭരണമൊക്കെ ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്, പക്ഷേ പലതും ആയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തൊക്കെയല്ലേ ആവാത്ത, ഇതിപ്പോ ഒരാളെ കല്യാണ മണ്ഡപം ഒരു ഭാഗത്ത് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ ഭക്ഷണം ശരിയായി, ഒരു 100-100 ആളുകൾ വരും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പൈസ ശരിയായിട്ടില്ല. അപ്പൊ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് 25,000 റുപ്യ വേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് അവസാനം നാസദായ്പ 25,000 മുതലാവില്ല എന്ന് പറയണ്ട, വെറുതെ പറഞ്ഞ ഒരു 25,000 റുപ്യ പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ശരി ഇൻഷാല്ലാ ഞാനത് തരാം, ഇത് ധൈര്യമായിട്ട് പോയിക്കോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറഞ്ഞെന്നറിയാം, എന്ത് നിങ്ങൾ കല്യാണത്തിന് വരാൻ ഞാൻ പറ്റില്ല, കല്യാണത്തിന് നിങ്ങൾ വന്നിട്ടേ പെൺകുട്ടിനെ ഇറക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങളാണ് പ്രൈം ഡോണർ അല്ലെ, കാര്യമായിട്ടുള്ള സംഖ്യ തന്നിട്ടുള്ള ആളുകളാണ്. ആയതുകൊണ്ട് നിങ്ങളില്ലാതെ ഞാൻ എന്തായാലും കുട്ടിനെ ഇറക്കാൻ പോകില്ല, നിങ്ങൾ വരണം. പിറ്റേ ദിവസം കല്യാണത്തിന് പോയി. കല്യാണത്തിനങ്ങ് ചെല്ലുമ്പോ ആ മണ്ഡപം തന്നെ പറയില്ല അല്ലെ, മാരേജ് ഹാള്, ആ ഓഡിറ്റോറിയത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴേക്ക് എന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ മൂവി ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സന്തോഷമായില്ലേ? അവിടെ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് അവസാനം ആ ഇതുണ്ടല്ലോ പോഡിയം, ഇത് സ്റ്റേജിന്റെ ഡെക്കറേഷനൊക്കെ ഒരു 10,000-20,000 റുപ്യ ആയിട്ട്, ഓളിട്ട ഡ്രസ് തന്നെ ഒരു 10,000-12,000 റുപ്യ ഉണ്ടാവും. ഈ കാശ് കൊടുത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളിങ്ങനെ അച്ചടക്കത്തിൽ മസിൽ പിടിച്ചിരിക്കണ്ടെന്ന് പറയും. എന്താ തോന്നിയത്? കൊടുക്കേണ്ടിയില്ലാന്ന് തോന്നിയില്ലേ? തോന്നിയോ? തോന്നി. എന്ത് കാരണം? നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല അത് ചെലവഴിക്കപ്പെട്ടത്. പടച്ചോനൊക്കെ ഇങ്ങനെ തോന്നുമോ? പടച്ചോനെ നമുക്ക് എന്തൊക്കെ തന്നു? ബുദ്ധി തന്നു, കാശും പൈസയും വന്നു, പണവും പത്രാസും തന്നു, ഇങ്ങനെ പല സാധനം തന്നു. ആളുകളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അതവിടെ നടക്കും അല്ലേ? എന്തായാലും പറയാ, ഒരു ചില പേഴ്സണാലിറ്റി, നമുക്ക് ചില വ്യക്തിത്വ പ്രഭാവമുണ്ട്, അങ്ങനെ പലതും റബ്ബ് തന്നിട്ടുണ്ട്. ഇതിനെ ഈ അൾട്ടിമേറ്റ് എയിമിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഈ സംഗതികളിലേക്ക് എത്ര കണ്ട് നമ്മൾ ഒരുക്കൂട്ടിയിട്ടുണ്ട്, എത്ര കണ്ട് കൊണ്ടു നടത്തേണ്ടത് നോക്കിയാൽ യഥാർത്ഥത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, നമുക്ക് വേണ്ടി കരയാൻ വേറെ ആരും ഉണ്ടാവില്ല. ഇവിടെ നമുക്കാകട്ടെ നമ്മുടെ ചുറ്റുപാട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട്. സാമൂഹിക സേവനങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരെ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നിനും മറ്റേതിലൊക്കെ അടിപ്പെട്ടു പോകുന്ന ഒരു ജനറേഷനെ അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അവരെ നമ്മളിപ്പോൾ ഈ പഴയമാതിരി ഖുറാൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചാലൊന്നും നടക്കൂല ചിലപ്പോൾ. ഞാനിപ്പം പാലക്കാട് ജില്ലയിൽ എനിക്ക് ഉത്തരവാദിത്തമുള്ള ഒരു പള്ളികളുണ്ട്. നല്ലൊരു പള്ളിയുണ്ട്, കിഴക്കൻ മേഖലയുടെ ലാസ്റ്റ് ബോർഡറിൽ, കോയമ്പത്തൂരിന്റെ തൊട്ടുമ്പോൾ. അവിടെ ഒരുപാട് നിങ്ങളുടെ ഈ മലപ്പുറത്തും ഇവിടുന്നൊക്കെ കൊണ്ടോട്ടിന്നും കൊടുങ്ങല്ലൂരിന്നും പറഞ്ഞാല് കുട്ടികൾ ധാരാളങ്ങൾ അവിടെ വന്ന് പഠിക്കില്ല. തമിഴ്നാട്ടിൽ വന്ന് പഠിക്കുമ്പോൾ സുഖാച്ച പാപ്പാന്റും മാറ്റിയും കണ്ടുപഠിച്ചിട്ട് അവിടെ വന്ന് പഠിക്കാം. ആ ഡിഗ്രി പടിയും കിട്ടും, ആ ബിടെക് പടിയും കിട്ടും. പക്ഷെ അവിടെ വരുന്നതിന് ഒരു മായന വേറെ. ഈ കുട്ടികളൊക്കെ അവിടെ ഹോസ്റ്റലിൽ എടുത്ത് താമസിച്ച് കുറെയൊക്കെ വഴികെട്ട് പോകുന്നുണ്ട്, ചിലതൊക്കെ മോശമായി പോകുന്നുണ്ട്. വളരെ വല്ലാത്ത അവസ്ഥകളിലേക്ക് പലപ്പോഴും നമ്മുടെ സമുദായത്തിൽ. നമ്മളവിടെ പോയിട്ട് വാഴന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കില്ല. അവസാനം അവര് നമ്മൾ വെച്ചൊരു ടർഫ് വാടകയും റെന്റ് ഔട്ട് ചെയ്തു. എല്ലാവരും കൂടെ വരാൻ പറഞ്ഞു, വരും, നമുക്ക് കളി അവിടെ പോയി കളിക്കാം. ഓരോരുത്തരും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ പറയുമ്പോ അങ്ങനെ കളിക്കാൻ പോകില്ല. ഇങ്ങനെയൊക്കെ ആവാം. അങ്ങനെ രണ്ടാമതൊരു ഐഡിയ ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ചെന്നിട്ട് ഒന്നിച്ച് തിന്നാം അല്ലെ, ഒരു ജമിയ എന്ന് പറഞ്ഞില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിയും. ഈ വീട്ടിൽ നിങ്ങളൊരു ബിസ്ക്കറ്റ് കുട്ടിന്റെ കൊടുത്ത കുട്ടി വേണ്ട പറഞ്ഞു, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മറ്റവരുടെ നിന്ന് വാങ്ങുന്ന അല്ലെ, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്നിച്ച് തിന്നുമ്പോ അതിനൊരു ഇതുണ്ട്. അങ്ങനെ ഒന്നിച്ച് ഇപ്പൊ കുട്ടികൾ വരാൻ തുടങ്ങി. പള്ളിയിൽ ഫുള്ളാളായി. 120 കുട്ടികളാണ്, കോളേജ് കുട്ടികളാണ് ഇപ്പൊ നോമ്പുറക്ക് വരുന്നത്. 120 കുട്ടികൾ. ഞാൻ പറഞ്ഞത് സ്ട്രാറ്റജി മാറ്റണം പുതിയ കാലഘട്ടത്തിനനുസരിച്ച്. ഇങ്ങനെ ഒരുപാട് സംഗതി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലെ സ്ട്രാറ്റജി മാറ്റി, എന്നിട്ട് നല്ലോണം കാശ് കച്ചവടം ഉണ്ടാക്കിയില്ലേ? നിങ്ങളുടെ മറ്റേ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾ പഠിക്കേണ്ട പുതിയ പുതിയ സംഗതികൾ പഠിച്ചെടുത്തില്ലേ? കമ്പ്യൂട്ടർ അറിയായിരുന്നു നിങ്ങൾക്ക്?
IT വല്ലതും അറിയാമായിരുന്നോ? അതൊക്കെ പഠിച്ചില്ലേ? നിങ്ങളുടെ പ്രൊമോഷനും നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിന് നമ്മളൊരു സെക്കൻഡറി ആയിട്ട് വെച്ചു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ കല്യാണത്തിന് നിങ്ങൾ കൊടുത്തതിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നിയത് പോലെ അടുത്തവർക്ക് യഥാർത്ഥത്തിൽ നമ്മളോട് തോന്നൂലേ? ഈ സംഗതിയൊക്കെ ഈ ചങ്ങായിക്ക് കൊടുത്തിട്ട് ഇവൻ ഇതിന്റെ എന്റെ മാർഗത്തിൽ ഇവനതൊന്നും ചെയ്യില്ലല്ലോ. ഇവനാകട്ടെ ദിവസേന പറയുന്നത് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു എന്നുള്ള. ഈ അർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ അർത്ഥത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു മേഖല വെട്ടിത്തെളിച്ചെടുത്തൂടെ? നമ്മുടേതായ നമുക്ക് പറ്റിയ, ഇപ്പൊ ജനറൽ എഡ്യൂക്കേഷനിസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് വിദ്യാഭ്യാസപരമായി കുറച്ച് ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ സംഗതി അയാൾക്ക് അനുസരിക്കാം. സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ ജനസേവന രംഗത്തുള്ള ആളാണെങ്കിൽ, ഫിസിക്കലായിട്ടുള്ളതാണെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സംഗതി. ഞാൻ നാളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു തൂവലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എന്തോ ചിലത് ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോയത് എന്ന് ഓർക്കപ്പെടാൻ. ബഹുമാന്യനായ ഹൈദരലി സാഹിബ് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞില്ലേ, അദ്ദേഹം മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യുവാനാണ്. അദ്ദേഹം മരണപ്പെട്ട വിഷയം ആയിട്ട് ഇതായിരിക്കുന്ന സമയത്ത് അവിടെ വന്ന ഒരാൾ എന്റെ വീട്ടില് അന്ന് എന്നെ കാണാൻ വന്നതാണ്. മൂപ്പരിനെ എനിക്ക് മറക്കാൻ കഴിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാനിന്നിങ്ങനെ ഒരു പണ്ഡിതനാകാൻ കാരണം, ഞാനിങ്ങനെ ഒരു ജോലി ഉദ്യോഗസ്ഥനാകാൻ കാരണമൊക്കെ അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം. അപ്പൊ ചോദിച്ചാൽ എങ്ങനെയാണത്? അപ്പൊ ഇദ്ദേഹം അവിടെ വിദേശത്ത് അദ്ദേഹത്തിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഗൾഫിൽ ജോലിക്ക് പോയത്, അയാൾക്ക് ഒരു പ്രസ്ഥാനം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഈ ക്ലാസ്സിൽ അദ്ദേഹം ആകർഷകനായി. എങ്ങനെയൊക്കെയാണ് നാളേക്ക് വേണ്ടിയുള്ളത് അടയാളപ്പെടുത്തലുകൾ ഇവിടെ ചെയ്തിട്ട് ആളുകൾ പോകുന്നതിനുള്ള ചെറിയ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രം. അപ്പൊ ഇത് കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ വ്യക്തിത്വത്തിന്റെ വ്യക്തിപ്രഭാവം ഇയാളുടെ മനസ്സിൽ വല്ലാതെ ഇയാള് വീട്ടിൽ വന്നിട്ട് മകനോട് പറഞ്ഞ്, അനുജനോട് പറഞ്ഞത്, നിന്നെ ഹൈദരലി ശാന്തപുരത്തിനെ പോലാക്കണം. ഹൈദരലി ശാന്തപുരത്തിന് അദ്ദേഹം കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഈ പറയപ്പെടുന്ന വിദ്യാർത്ഥിക്കും അറിയില്ലെന്ന് ആരാണ്. അപ്പൊ അയാൾ എവിടെയാ പഠിച്ച്, എങ്ങനെയാ പഠിച്ച്, ഏതാ ശാന്തപുരം എന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വന്ന് പഠിച്ച് ഇന്നിപ്പോ വലിയൊരു ഉദ്യോഗസ്ഥനും അല്ല വലിയൊരു അധ്യാപകനും അതേപോലെ തന്നെ നല്ലൊരു പണ്ഡിതനും നല്ലൊരു നേതാവും ഒക്കെ ആയി മാറിയപ്പോൾ അദ്ദേഹം പറയാണ്, ഇത് യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അദ്ദേഹമാണ് ഇതിനൊരു കാരണമായിട്ടുള്ളത്. ഞാൻ പറയുന്നത് നമുക്കുണ്ടെങ്കിൽ നമ്മളിലൊരു, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയുണ്ട്, യു കനോട്ട് ബി എ ക്യാൻഡിൽ, അല്ലെ? നമുക്കൊരു മെഴുകുതിരിയാകണമെന്നില്ല, ബട്ട് ക്യാൻ ബി എ പീസ് ഓഫ് ഗ്ലാസ് ദാറ്റ് എമിറ്റ്സ് ദ ലൈറ്റ് ഓഫ് എ ക്യാൻഡിൽ. ഒരു കണ്ണാടിപ്പൊട്ടാകാൻ പറ്റും. ആ വെളിച്ചത്തിൽ നിന്ന്, ആ മെഴുകുതിരിയിൽ നിന്നും വരുന്ന വെളിച്ചത്തെ മറ്റൊരാളിലേക്ക് എത്തിക്കാവുന്ന ചെറിയൊരു തുണ്ട് കണ്ണാടി പീസ്, അത് നിങ്ങൾക്ക് ആകാൻ കഴിയില്ല. തീർച്ചയായിട്ടും കഴിയും. നിങ്ങളുടെ ഒരു നന്മയുണ്ടെങ്കിൽ അത് എമിറ്റ് ചെയ്യപ്പെടും, അത് കോളിൽപ്പെടും, അതൊരു സ്വാധീനമുണ്ടാക്കും, അതൊരു ആന്തോളനം ഉണ്ടാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനുള്ള ഒരു മേഖലകളെ നമ്മൾ കണ്ടും എടുത്തും വളർത്തിയും എടുത്ത് അതുകൂടെ ഇതിന്റെ ഭാഗമാണ്. നമ്മളുടെ നിസ്കാരവും നോമ്പും നിക്കറും ദുആയും മാത്രമല്ല, ഇങ്ങനെ ചിലതും കൂടി, അതിനും കൂടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഖലീഫ എന്ന് പറഞ്ഞതിൽ അതും കൂടിയുണ്ട്. നമ്മളൊന്ന് ആലോചിക്കും, 127 നാടുകളിൽ 105ാമത്തെ നാടാണ് നമ്മൾ. എന്തിനെന്നറിയോ? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പോ സാലിഹ നിൽക്കണം, പല പള്ളിയിലും മറ്റേ ഉറുദുക്കാരൊക്കെയാണ് നിൽക്കുന്നത്. അവർക്ക് എത്ര കൊടുക്കണമെന്ന് അറിയുന്നത്? 12,000 രൂപ. അതിന് അവൻ ഭക്ഷണം കഴിക്കണം. അവൻ ഒരു റോട്ടിയും ദാലുമായിട്ട് അവൻ അവിടെ ഇരുന്നോളം പാവം. അവർക്ക് ലീവും ഇല്ല, വെള്ളമില്ല, പടക്കോഴിയില്ല, ഒന്നുമില്ലാത്ത കാരണം എപ്പോഴും നമ്മുടെ അടിമയെ പോലെ കിട്ടാനുള്ളത് കൊണ്ട് അവരെയാണ് നമ്മൾ എല്ലാ പള്ളികളിലും ഏറെക്കുറെ വെച്ചിട്ടുള്ളത്. ഇവർക്ക് കൊടുക്കുന്ന ഈ 12,000-ൽ ഒരു 1,000 2,000 വെച്ച് ബാക്കി 10,000 അവൻ അവിടെ എത്തിക്കും. ആ 10,000 കൊണ്ട് അവൻ അടിച്ചു പൊളിച്ചിട്ട് അവിടെ ജീവിക്കുകയാണ്. അവിടെ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകണ മാതിരിയാണ്, ഗൾഫിൽ നിന്ന് നമ്മൾ വരുന്ന മാതിരിയാണ് അവൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നത്. 3,000 രൂപയുടെ കിറ്റുകൾ അവിടെ കൊണ്ട് എത്തിക്കുമ്പോ, നോർത്ത് ഇന്ത്യയിൽ ഒരു വീട്ടിലെത്തിക്കുമ്പോ അവൻ 1 മാസമാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ആരെയും 2 ആൾ വിരുന്ന് വന്നു, എത്ര റുപ്യാണോ നോമ്പുറക്ക്? 3,000 രൂപ വേണ്ടേ? നമ്മളുണ്ടാക്കും വേണ്ടേ? 3,000 രൂപ ഒരായോ വെള്ളം ഇറച്ചി. ഈ 3,000 രൂപ കൊണ്ട് അവൻ 1 മാസം നോമ്പുറക്ക. ആ കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോയിട്ട് വന്ന എന്റെ ഹെൽത്തിനുള്ള ഒരു പ്രവർത്തനം പറയുന്നത്, എന്റെ പൊന്നാരൻ നാസർ സാഹിബെ കണ്ടിട്ട് ഞെട്ടഞ്ഞ് പൊട്ടിയായിട്ട് കണ്ടൊക്കെ ചെയ്ത് കുറെ കുട്ടികൾക്ക് ഒരു 3-4 വയസ്സ് 5ാം ക്ലാസ് വരെ, 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്ക് ഡ്രസ്സ് തന്നെ ഇല്ല. പിന്നെ ഇത് വാങ്ങാൻ വന്ന പല സ്ത്രീകളുടെയും ഈ ഡ്രസ്സൊക്കെ കീറിയിട്ട് ഔറത്ത് പുറത്തു കാണുന്ന അവസ്ഥ.
അതേപോലെ തന്നെ അവരുടെയൊക്കെ ദൈന്യമായിട്ടുള്ള വല്ലാത്തൊരവസ്ഥ. ഇത് നമ്മുടെ നാട്ടിലുള്ള, വേറെ എവിടെയോ അല്ല, സോമാലിയയിലല്ല, ഈ 127 നാട്ടിലെ 105ാമത്തെ നാടായ നമ്മുടെ നാട്. കോർപ്പറേറ്റുകൾ അവിടെ തളിച്ചു പറഞ്ഞപ്പോ ഇവിടെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആന് വളരെ കൃത്യമായിട്ട് നമ്മൾ ആ സലക്കും ഫീസൊക്കെ എന്തേ ഇങ്ങനെ ആയിപ്പോയി നരകത്തില്. കാലം ലന്നക്കുമിനൽ മുസ്ലിം വലന്നക്കും നിസ്കാരത്തിന്റെ ഒപ്പം ഭക്ഷണത്തെ പറ്റി ഒരു പറഞ്ഞൊരു ദർശനമാണ് നമ്മൾ. മനുഷ്യന്റെ വേദനയും വേപതവും അവന്റെ ചുടുനടുവീർപ്പും ചുടുന്ന വിശ്വാസവും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുന്ന, അതിനോട് എമ്പതിയല്ല സിമ്പതിയല്ല എമ്പത്തറ്റിക്കലായിട്ട് അവനിലേക്ക് അത് നമ്മുടെ ഒരു വിഷമമായിട്ട് ഏറ്റെടുക്കുന്ന ഒരുത്തനായിട്ട് മാറണം. ഒരുപാട് ആത്മഹത്യകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ആത്മഹത്യ എന്നെ വല്ലാതെ പിടിച്ചൊലിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു ആത്മഹത്യ ഞാൻ പറഞ്ഞു തരട്ടെ. 1994 പുലിറ്റ്സർ അവാർഡ് കിട്ടിയ കെവിൻ കാർട്ടർ അല്ലെ, ലോകത്തിൽ അന്ന് 30 വയസ്സായിട്ടുള്ളത്, 36 വയസ്സ്, 36ാമത്തെ വയസ്സിൽ ലോകത്തിൽ ഏറ്റവും വലിയ ഇതിനുള്ള ഫോട്ടോഗ്രാഫിക്കുള്ള ലോകം അത്ഭുതപ്പെടുന്ന പുലിറ്റ്സർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. എന്തിനാ കിട്ടിയെന്നറിയോ? സൂഡാനിലെ ആഭ്യന്തര കലാപം നടക്കുമ്പോ അവിടെ പോയിരുന്ന ആ ഭക്ഷണപ്പൊതി ഇട്ടപ്പോ ആ ഭക്ഷണപ്പൊതി എടുക്കാൻ വേണ്ടി ആളുകളൊക്കെ ഓട്ടുന്നത്. ഒരു 8 വയസ്സായ കുട്ടി, അവള് 3 വയസ്സിന്റെ വലിപ്പമേ ഉള്ളൂ, പട്ടിണി കിടന്നിട്ട് അവളിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുമ്പോ അവളുടെ തൊട്ട് പിന്നിൽ ഒരു കഴുകനുണ്ട്. കഴുകനൊരു എത്തിക്സ്, ചത്ത സാധനത്തിന് തിന്നോണ്ട്. ഈ കുട്ടി ഇപ്പൊ വീണ് മരിക്കും, അതിന് തിന്നാന്ന് പറഞ്ഞിട്ട് ഈ കഴുകൻ പിന്നാലെ പോവുകയാണ്. പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മനോഹരമായിട്ട് അദ്ദേഹത്തിലേക്ക് ഒപ്പിയെടുത്തു, പത്രങ്ങളിലേക്ക് കൊടുത്തു. വത്സരം ദ ലിറ്റിൽ ഗേൾ എന്ന് പറഞ്ഞിട്ട് ലോകപ്രശസ്തമായ ചിത്രം കോടികൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നു. അതോടൊപ്പം പ്രശസ്തിയുടെ അത്യുന്നതത്തിൽ അദ്ദേഹം ഇങ്ങനെ കയറുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്ത് ആശംസകൾ വന്നതോടൊപ്പം ഒരു ചോദ്യവും വന്നു, ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി? ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി? ആ പെൺകുട്ടിനെ ഇത് രക്ഷിച്ചോ? അതിന് ഭക്ഷണം കിട്ടിയോ? അങ്ങോട്ട് എത്തിയോ? അല്ല കഴുകത്തുന്നോ? ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ പ്രശസ്തിക്ക് വേണ്ടി ഇത് ആദ്യം ഈ പേപ്പറിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ പായുന്നതിനിടയിൽ ഞാൻ അവനെ ചിന്തിച്ചില്ല. ചത്തൂടടാന്ന്. ഇതാണ് പിന്നെ അടുത്ത ചോദ്യം. നീയൊക്കെ മനുഷ്യനാണോ? ഈ ചോദ്യങ്ങൾ നാനാഭാഗത്ത് വന്നപ്പോ അത് ഹോൾഡ് ചെയ്തു, അല്ലാതെ വേട്ടയാണ്. പിന്നെ ചെയ്തത് എന്താണെന്നറിയാം? പിന്നെ തന്റെ 36ാം വയസ്സിൽ ലോകത്തിന്റെ പ്രശസ്തിയുടെ അത്യുന്നതത്തിൽ നിൽക്കുന്ന മനുഷ്യൻ എന്താ ചെയ്തെന്നറിയാം? തന്റെ കാറിന്റെ പുറത്തേക്ക് പോകുന്ന പുകയില്ലേ, എക്സോസ്റ്റ്, ആ പുകയെ കാറിനകത്തേക്ക് വിട്ടു. എന്നിട്ട് അതിന്റെ അകത്ത് പെട്ടെന്ന് വലിച്ചു ലോകത്തോടൊരു വർത്തമാനം പറഞ്ഞു. വേറൊന്നുമല്ല പറഞ്ഞത്, മനുഷ്യന്റെ വിശപ്പിനെ പരിഗണിക്കാത്തവൻ ജീവിക്കാൻ അർഹതയില്ല, ലോകത്ത് അവൻ അവശേഷിക്കാൻ, അവൻ നിലനിൽക്കാൻ അവൻ അർഹതയില്ല എന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടൊരു ആത്മഹത്യ. ഞാൻ പറഞ്ഞത് അള്ളാഹിനോട് ചെയ്യേണ്ട കടപ്പാടുകളും അള്ളാഹിന്റെ അടിയാറുകളോടും പടച്ചോനോടും പടപ്പുകളോടും രണ്ടു കൂട്ടരോടും ഉള്ളത് കൃത്യമായി പറയപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂലേ? ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല ശ്രമം നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും നമ്മുടേതായ ഒരു തട്ടകത്തിലുള്ള ഒരു ലോകം അടിച്ചു പൊളിച്ചു പോകുന്നുണ്ടെന്നല്ലാതെ അതിനപ്പുറത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. കുട്ടികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കും. ഒരു ഭരണിയില് ധാരാളം ധാന്യങ്ങളുണ്ട്. മറ്റേ കടലയുണ്ട്, പയറുണ്ട്, പരിപ്പുണ്ട്, വാൾനട്ട് ഉണ്ട്, പിന്നെന്താണ് പിസ്തയുണ്ട്, ബദാമുണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, കാഷ്യൂനട്ട്, ഇങ്ങനെ വൈവിധ്യമായ സാധനങ്ങളൊക്കെ ഇതിനകത്ത്. അതിനൊരു എലി പെട്ടു നോക്കിയപ്പോ എനിക്ക് പിന്നെ ഭക്ഷണം അന്വേഷിച്ച് പോകേണ്ടതില്ല, എല്ലാ ഭക്ഷണവും അതിലുണ്ട്. ഒരു സാധനം തന്നെ നിന്ന് ചടക്കുന്ന പ്രശ്നമില്ല, വേറെ വേറെ സാധനം. അന്ന് വാൾനട്ട് തിന്ന, അടുത്ത ദിവസം ബദാം തിന്നു, അടുത്ത ദിവസം മറ്റു തിന്നു. അങ്ങനെ എല്ലാമായിട്ട് ആശാൻ അതിനുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി. വേറെ ആരെക്കുറിച്ച് വന്നൊന്നും ചിന്തിച്ചില്ല. കുറെ ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ പിന്നെ എലിക്കാഷ്ടം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഇതിൽ നിന്ന് ചാടി കയറി രക്ഷപ്പെടാൻ അവൻ ശ്രമം നടത്തുന്നത്. അപ്പൻ അവനെ തിരിച്ചറിയുന്നത് എനിക്ക് കയറാൻ കഴിയില്ല, കാരണം എന്റെ നഖം ഈ കുപ്പിയിൽ പിടിക്കാൻ കഴിയില്ല, അതിൽ തൊട്ടില്ല, കേൾക്കാൻ കഴിയില്ല. അല്ലെ നമ്മൾ പറയില്ല അവസാനം നമ്മൾ പറഞ്ഞ വർത്താനുണ്ടല്ലോ, ലൗകുന്ന ഇതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, ഈ അക്കലൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ.
അന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്, അപ്പുറത്ത് പട്ടിണി കിടക്കുന്ന കുറേ എലികളുണ്ടായിരുന്നു. ഒരു ധാന്യം പോലും കിട്ടാത്ത, ഒരു പരിപ്പും പയറും കിട്ടാത്ത ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ജാർഖണ്ഡിലും യുപിയിലും ഡൽഹിയിലും. അല്ല, ഒരെണ്ണത്തിനെ ഒന്ന് കൂട്ടി ഞാനൊന്ന് അവനൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് കെയർ ചെയ്ത് എന്റെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവന്റെ കാലിലോ വാലിലോ പിടിച്ച് എനിക്ക് കയറാമായിരുന്നില്ലേ പുറത്തേക്ക്. ഡൽഹിയില് വിഷൻ 2026 ആള് അവിടെ പോയി ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്യണം ഭാര്യക്ക്, എടീ ഞാൻ ഇവിടെ എത്തിയിട്ടോ എന്നൊക്കെ പറഞ്ഞു. ഈ എല്ലിന്റെ കോലായിട്ടുള്ള മനുഷ്യൻ കതച്ച് വേർത്തൊലിച്ച് ചവിട്ടുന്ന ആള് ആ ലാൽ ചൗക്കെന്ന് ചോദിക്കുകയാണ്, കേരള സാറേക്കാ കേരള മലബാറിയ എന്നൊക്കെ ചോദിച്ചാൽ അതെ. അടുത്ത ചോദ്യം എന്താ, സിദ്ദീഖ് ഹസൻ സാബ് കൈസാ? ആലോചിച്ചു. ഏതോ ഒരു ഗല്ലിയില് ഏതോ ഒരു നാട്ടുകാരൻ വേർത്തൊലിച്ച് വിവശനായി ഇതിങ്ങനെ ചവിട്ടുന്നതിന്റെ ഇടയിൽ ചോദിക്കുകയാണ് അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്, തബീയത്ത് കൈസാ, ആരോഗ്യം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും തിരിച്ചു വരും, ജീവിതത്തിലേക്ക് മൂപ്പർ തിരിച്ചു വരും. പാക്ക കൈസന്മാരും നിങ്ങൾക്ക് എങ്ങനെ മൂപ്പറിനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്താന്നറിയാം, ഞാൻ ബീഹാറിൽ നിന്ന് ഇവിടെ വന്ന് പണിയെറിയാണ്ട് ഇങ്ങനെ ഞാൻ ആ ഭാഗം കറങ്ങേ. ആ സമയത്ത് എനിക്കിത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് ഇന്ന് കഞ്ഞി കുടിക്കുന്നത് ആ മനുഷ്യനെ കൊണ്ട്. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരാളുണ്ട്. ഇതൊരു അടയാളപ്പെടുത്തലാണ്. ഇതൊക്കെ നമുക്ക് കഴിയും. ഇതുപോലെ കുറെ സംഗതികൾ കഴിയും. ഒരുപാട് ഓർഫനായിട്ടുള്ള കുട്ടികളുണ്ട്. അവരിൽ നല്ല കഴിവ്, ഞാൻ എന്റെ മുമ്പിലത്തെ കഥയാ പറയാം. നല്ല കഴിവുള്ള കുട്ടികൾ FCRA ഒക്കെ നിന്നു, മമ്മണ്ണി മല്ലിക്ക് അതേപോലുള്ള ആളുകളൊക്കെ സൈഡായി, ഇതേമാതിരി കൊണ്ടുവന്നിരുന്ന ആളുകളൊക്കെ ഉണ്ടായി. ഈ കുട്ടികളൊക്കെ എന്തായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുവേണ്ടി പരക്കം പാഞ്ഞിരുന്ന കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ മുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ തട്ടകത്തിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വേറെ കുറെ ക്രിമിനലുകളായിട്ട് അവർ മാറിയല്ലേ ഉണ്ടാകുക. നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലേ? എന്റെ കുട്ടിയോടൊപ്പം ഒരു ഓർഫൻ കുട്ടിയെ ഞാൻ ദത്തെടുക്കാം നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ വിലയെ കൊണ്ടൊന്ന് വളർത്തൊന്നും വേണ്ട, ഒരു 25,000 രൂപ എടുത്ത് അവനെ ജയിച്ചോളും, അവനെ പഠിച്ചോളും. കഴിയില്ലേ? അവൻ പഠിച്ച രാജ്യമായി മറ്റെന്തോ ഒന്നായി നല്ലൊരാളായിട്ട് അവൻ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടോ എവിടെയെങ്കിലും ഇതുമായി പ്രബോധനായിട്ടോ എവിടെയെങ്കിലും കുത്തുബ നടത്തിയിട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ഖബറിലേക്ക് ഒരു നീരായി, ഒരു തെളിനീരായിട്ട്, ഒരു നീരുറവയായിട്ട്, ഒരു കുളിരായിട്ട്, ഒരു തണലായിട്ട് അത് എത്തുകയില്ലേ? ഈ ലോകത്തിന് മുഴുവൻ ഇങ്ങനെയെങ്കിലും ഇത് ഞാൻ ഇതിന്റെ ഒരു പ്രായോഗിക ഉദാഹരണം പാലക്കാട്ടെന്ന് പറഞ്ഞുതരാം. ഒരു മനുഷ്യനുണ്ടാവും, ലാപ്പറ്റ അവരുടെ നാട്ടിലാണ്, ഒരു എക്സ്-മിലിറ്ററിക്കാരനാണ്. അന്നൊക്കെ വീട് നിരപ്പിന്റെ കാലമാണ്. എല്ലാ വീടുകളിലും ചെന്നിട്ട് ഒരു കുട്ടിനെ നിർത്തി. ഈ കുട്ടി എപ്പോഴാ ഒന്ന് 10ാം ക്ലാസ് ഒന്ന് ഇതാവുക, അവനെ പഠിക്ക് പറഞ്ഞേക്കാന്നാണ് അവര് വിചാരിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ കൊടുമ്പിരിയിൽ കൊണ്ടുവന്ന സമയം ഈ ശാന്തപുരം കോളേജിൽ, ഈ വാടാനപ്പള്ളി കോളേജിൽ, ഈ ഇസ്ലാമിയ കോളേജിൽ എല്ലായിടത്തും പോയിട്ട് അവരുടെ കല്ലിക്കാരും പിടിച്ച് കുറച്ച് കുട്ടികളുടെ നടുക്കി മറ്റ ആ ഗ്രാമത്തിൽ നിന്ന് കുറെ കുട്ടികളെ അദ്ദേഹം കൊണ്ടുവന്ന് ചേർത്ത്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇന്നിപ്പോ ഏതൊരു സ്ഥാപനത്തിൽ പോയാലും ആ പ്രദേശത്ത് ഒരു പണ്ഡിതൻ അവിടെ ഉണ്ടാവും. ഒരുപാട് പണ്ഡിതന്മാരെ ആ ഗ്രാമത്തിലുണ്ടാക്കി. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാണോ? ഞാനതാ പറഞ്ഞത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സംഗതി വെച്ചുകൊണ്ട് ചില ഏരിയകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ ഇതിൽ മാത്രം സംതൃപ്തി അടഞ്ഞിട്ട് കല്ലും കൊത്തിയിട്ട് ഈ കൂലിയുണ്ട് അൽഹംദുലില്ലാഹ്, ഞാൻ ആ പള്ളിയിൽ ഇരുന്നിട്ട് ആ ദിക്റും ദുആയുമായിട്ട് അത് വേണം അൽഹംദുലില്ലാഹ്, അത് ഞാൻ ചെറുതാക്കുകയല്ല കൊച്ചാക്കുകയല്ല, അതിൽ മാത്രം ഇരിക്കുന്നതിനെ ഞാൻ പറയുന്നു. ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ലോകത്തെ, ഇപ്പുറത്തുള്ള കുറെ ഏരിയകളെ ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്തുള്ള കുറെ മനുഷ്യനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ ഇതിൽ മാത്രമാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ വലിയ സങ്കടമാണ്. ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു ദഅവത്താണ്. അത് കണ്ടുകൊണ്ട് ആളുകൾ റബ്ബിന്റെ മാർഗത്തിലേക്ക് വരും. ഇന്നിപ്പോ അതില്ല. ഇന്ന് മുസ്ലിം നാടുകളിൽ മുസ്ലിങ്ങളുള്ളവർക്ക് ഇസ്ലാമിലേക്ക് ആള് വരുന്നില്ല, മുസ്ലിങ്ങൾ മരുന്നില്ലാത്ത നാടുകളിൽ ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെ തന്നെയല്ലേ? ലണ്ടനിൽ വരുന്നു, അമേരിക്കയിൽ വരുന്നു, ഓസ്ട്രേലിയയിൽ വരുന്നു, ഫ്രാൻസിൽ വരുന്നു, ജർമ്മനിയിൽ വരുന്നു, ഇന്തോനേഷ്യയിൽ വരുന്നില്ല, ഇന്ത്യയിൽ വരുന്നില്ല, പാകിസ്ഥാനിൽ വരുന്നില്ല, ഇവിടെ ഒന്നും വരുന്നില്ല. കാരണം നമ്മൾക്ക് ഈ ഇസ്ലാമിന്റെ ഈ അർത്ഥത്തിൽ സംഗതിയെ ഇവിടെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല.
ഇതാണ് നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇല്ലായ്മയെ കുറിച്ചും നമ്മുടെ പരിമിതി, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെങ്തിനെ കുറിച്ചല്ല, നമ്മുടെ വീക്ക്നെസ്സും അതോടൊപ്പം നമ്മുടെ ത്രെട്ടും. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. നമ്മൾ ആകെ അതിന്റെ മുമ്പ് ഇതൊക്കെ മാത്രമേ പറയാം. പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രതികൂല അന്തരീക്ഷം ദൈവത്തിനും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ കൈവച്ചുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ കമ്പനികളൊക്കെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വലിയ സമ്പന്നന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് വളരെ സുസ്ഥിരമായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലമല്ലേ വളരെ മനോഹരമായ ഒരു 7 വർഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മളൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. ഇനി കൂടുതൽ പ്രതിസന്ധിക്ക് പോവുകയാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് അവശേഷിച്ചിട്ടുള്ള സംഗതി ഉണ്ട്. ഇതേമാതിരി ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾ പറയുന്ന സോക്കാളുടെ അറബി കൺട്രീസിലൊന്ന് പറ്റുമോ? നിങ്ങളിവിടെ ഈ ഇരിക്കണവരൊക്കെ പോയി വന്നവരാണ്ട്. UAE പറ്റുമോ? സൗദി പറ്റുമോ? അല്ലണ്ടാവില്ല ക്ലാസ്സൊക്കെ എടുക്കണം. ഞങ്ങൾ പറയുന്ന ഇസ്ലാം അതല്ലാത്ത നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം ഒന്നും ഇവിടെ പറയണ്ട. ഇസ്ലാം പറയാൻ ഞങ്ങളുടെ കയ്യിൽ സംവിധാനം ഉണ്ട്, ഞങ്ങൾ പറഞ്ഞോളെ നിങ്ങൾ പറയണ്ട. അതെന്തായാലും അവിടേക്ക് നമ്മളിവിടെ എത്തിയിട്ടില്ല. അൽഹംദുലില്ലാ. ആർതർ ആഷ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ ഈ പേര്? ദ ഫസ്റ്റ് അമേരിക്കൻ ഹു വൺ ദ വിംബിൾഡൺ. ലോകത്ത് ആദ്യമായിട്ട്, അമേരിക്കയിൽ ആദ്യമായിട്ട് വിംബിൾഡൺ ചാമ്പ്യൻ. ടെന്നീസിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമാണ് വിംബിൾഡൺ. ആർതർ ആഷിനാണ് കിട്ടിയത്. അത് കിട്ടിയപ്പോ അമേരിക്കയിലെ കണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് ഭയങ്കര വരവേൽപ്പ് പത്രങ്ങളിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിന്ന സമയത്ത് ആഷിനോട് ചോദിച്ചു, താങ്കളുടെ ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഗ്രേസ് ഓഫ് ഗോഡ്, ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, അങ്ങനെയാണ് എനിക്ക് കാണുന്നത്, സന്തോഷം. അങ്ങനെ പോയി. ഹാർട്ട് അറ്റാക്ക് വന്നു, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. ബ്ലഡ് കയറ്റി കൂട്ടുന്നതിന് എയ്ഡ്സ് രോഗിയുടെ ബ്ലഡും ചേർത്ത് കയറ്റി. ബൈ മിസ്റ്റേക്ക് ചെയ്താണ്. അങ്ങനെ അദ്ദേഹം എയ്ഡ്സ് രോഗിയായി. ജീവിതത്തിൽ അങ്ങേയറ്റത്തെ സദാചാര വിശുദ്ധി പാലിച്ച മനുഷ്യൻ ഒരു സദാചാര വിരുദ്ധ മോശമായി നിൽക്കുന്ന ആളുകൾക്ക് വലിയ രോഗം വന്നു. അങ്ങനെ മരണത്തോട് മല്ലടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പത്രക്കാരൻ വന്ന് ചോദിച്ചു, ആഷ്, താങ്കൾ എന്തു പറയുന്നു? താങ്കൾ സാത്വികനാണല്ലോ, വിശ്വാസിയാണല്ലോ, താങ്കൾക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തെ താങ്കൾ ഈശ്വരന്റെ വരദാനമായിട്ട് പറഞ്ഞ ആളാണല്ലോ, താങ്കൾ ഇപ്പോൾ എന്ത് പറയുന്നു? അപ്പോൾ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് വേറൊന്നും പറയാനില്ല. 5 കോടി കുട്ടികൾ ആഗ്രഹിച്ചു വിംബിൾഡൺ കിട്ടാൻ. അതിൽ 50 ലക്ഷം ആളുകൾ കളി രംഗത്ത് വന്നു. അതിലൊരു 50,000 ആളുകൾ അതിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ട് വന്നു. അവസാനം 50 ആളുകളാണ് ട്രെയിനിലേക്ക് വരുന്നത്. അതിൽ നിന്ന് 46 ആളും പോയി. പിന്നെ 4 ആളാണ് സെമി ഫൈനലിൽ ഉണ്ടായത്. ഫൈനലിലെത്തിയപ്പോ 2 ആളായി. ആ 2 ആളിൽ നിന്ന് ഒരാൾക്ക് ഇത് കൊടുക്കുള്ളൂ. ആ ഒരാളാണ് ഞാൻ. അവർക്കൊന്നുമില്ലാത്ത എന്താണ് എനിക്ക് തന്നിട്ടുള്ളത്? എനിക്കൊന്നുമില്ലാത്ത എന്താണ് അവർക്കില്ലാത്തത്? വൈഷുണ്ടായി. പിന്നെ എന്തിനു പടച്ചോൻ എന്നെ തെരഞ്ഞെടുത്തു? ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പടച്ചോനെ പറയാം. ഞാൻ എന്റെ ഈശ്വരനോട് ചോദിച്ചിട്ടില്ല, വൈഷുണ്ടായി എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു? ഈ 5 കോടി മനുഷ്യന്മാരെ അധ്വാനിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരാളായിട്ട് ഈ സാധനം എന്റെ തലയിലേക്ക് തരാൻ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ പടച്ചോനോട് ചോദിക്കില്ല. എന്ത് ചോദിക്കില്ല എന്നറിയാം? ഇതൊന്നും ചെയ്യാത്ത എനിക്കെന്തേ ഭക്ഷണം എങ്ങനെ തോന്നില്ല? അന്ന് എനിക്കിത് തന്നപ്പോഴുള്ള ആ നിലപാട് തന്നെയാണ് ഈ പരീക്ഷണം ഉള്ളപ്പോഴും ഇത് നിലപാട്. ഇതൊരു വിശ്വാസിയുടെ അല്ല, ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ വർത്താനാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി നീട്ടുന്നില്ല, സമയം 1 മണിക്കൂറായി. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓർക്കപ്പെടുന്നത് പോലെ എന്തെങ്കിലും ചെറുത് ചെയ്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. പ്രബോധനം വായിക്കുമ്പോൾ അതിലൊരു യൂസഫ് ഇസ്ലാഹിയുടെ ലേഖനം വരാറില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി, ശ്രദ്ധിക്കലുണ്ടോ? നമ്മുടെ അണ്ടമാൻ റഷീദ് സാഹിബാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇടാറില്ല. അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റമദാൻ മാസം മുഴുവൻ അദ്ദേഹം അമേരിക്കയിലേക്ക് 2-3 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. നല്ല ആക്സന്റാണ്, ഇംഗ്ലീഷ് നല്ല പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കാണാനും നല്ല സുന്ദരനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ കേൾക്കാനും കാണാനും യൂറോപ്പ് മുഴുവൻ കാതോർത്ത് സ്വാഗതിരിക്കുന്ന ഒരു മനുഷ്യൻ.
അദ്ദേഹത്തിന്റെ ഒരുപാട് കിട്ടാൻ ആദാബെ സിന്ദഗി അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ജീവിത മര്യാദകൾ വളരെയധികം ഒരു ഹോട്ട് കേക്ക് പോലെ വിറ്റുകൊണ്ടിരിക്കുന്ന എപ്പോഴും ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളായിട്ടും പ്രസംഗങ്ങളായിട്ടും ഇന്നും ആഴ്ചതോറും നമ്മുടെ കൈകളിൽ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. മൂപ്പര് മരിച്ചെന്ന് പോലും നമുക്കറിയുന്നില്ല. മൂപ്പര് കുട്ടിയാവുമ്പോ 10 വയസ്സുള്ള കുട്ടിയാവുമ്പോ തന്നെ ഹാഫിളായി. അപ്പൊ ഇത് പോയി വരുന്ന കഴിയുമ്പോ ഒരു ടൈലർ ഉണ്ട് അവിടെ. ഈ കുട്ടിയെ വിളിക്കും, മോനെ ഒന്നും നല്ല മോനാണല്ലോ, ഒരു പുസ്തകം കൊടുക്കും, ഇത് വായിച്ചിട്ട് പാട്ടോ വീട്ടിൽ കൊണ്ടുവയ്ക്കും. കുട്ടിയല്ലേ, അവൻ കളിക്കാൻ പോകും. അടുത്ത ദിവസം ചെന്ന് പുസ്തകം വായിച്ചു വെച്ച് നാളെ കൊണ്ടുവരാം മാമ പറയും. അടുത്ത ദിവസം കൊണ്ടുപോയി കൊടുക്കും. വായിച്ചോന്ന് നിൽക്കുമ്പോ വായിച്ചു എന്ന് പറയും. അദ്ദേഹത്തിന് അറിയാതെ വായിച്ചിട്ടില്ല. പുസ്തകം കൊടുക്കുന്നത് നിർത്തിയില്ല. പുസ്തകം കൊടുത്തു. ഒരു ദിവസം തൻകീഹാത്ത് എന്ന് പറയുന്ന പുസ്തകം മൗലാന മൗദൂദിയുടെ, ആ പുസ്തകം അദ്ദേഹം എടുത്ത് വായിച്ചതോടുകൂടെ ആകെ മറിഞ്ഞു. ജീവിത കാഴ്ചപ്പാടൊക്കെ മാറി. ഇന്ന് ലോകം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള വലിയൊരു വിജ്ഞാന ഗോപുരത്തെ ഇന്ത്യക്ക് സമ്മാനിച്ചത്, നമുക്ക് സമ്മാനിച്ചത്, ഇസ്ലാമിക് സൊസൈറ്റിക്ക് സമ്മാനിച്ചത് പേരറിയാത്ത ഊരറിയാത്ത ഒരു ടൈലറാണ്. യൂസുഫ് ഇസ്ലാഹി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകൻ ഇത് അനുസ്മരിച്ചു. ആ ടൈലർ ആരാന്ന് എനിക്കറിയില്ല. ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാളാണ് എന്റെ ജീവിതത്തിന്റെ. ഇതേപോലെ എന്തോ ഒന്നും ചെയ്യാൻ നമുക്കൊക്കെ കഴിയുമോ? അതിനെന്തോ തടസ്സമുണ്ടോ? ഇവിടെ വിത്തുകളും വൈരങ്ങളും വൈഡൂര്യങ്ങളുമായിട്ട് ഒരുപാട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നില്ലേ? ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഖൈറുല്ലക ദുനിയാവമാ ഫീഹാ എന്നല്ലേ, ഈ ദുനിയാവും അതിന്റെ അപ്പുറത്തുള്ളതിനൊക്കെക്കാളും വലുത് ഒരു മനുഷ്യനെ റബ്ബിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരില്ല. അത് ജാഹിലത്തിലേക്ക് പോകുന്ന ഈ കൗമിനെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ ഇതുവരെ ഇങ്ങനെ ഇത്രയും നേരം ഇരിക്കാനുള്ള മനസ്സ് തന്നെ ഈ കാലഘട്ടത്തിലെ വലിയ ത്യാഗത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 1 മണിക്കൂർ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. അത്യാവശ്യം മര്യാദക്ക് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. അതൊക്കെ അള്ളാന്റെ ദീനിനോടും ഈ ദർശനത്തോടുമുള്ള താല്പര്യമാണ്. അത് നമ്മളിൽ ഇപ്പോഴും ലൈവായിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അത് പിൻബലമാക്കി വെച്ചുകൊണ്ട് അതിന്റെ ബേസിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളേക്ക് വല്ലതൊക്കെ ഒന്ന് കരുതി വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയ സന്തോഷമാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. കല്യാണം കഴിക്കാനും മറന്നു. ഭക്ഷണം കഴിക്കാൻ മറക്കുന്ന ആൾ പിന്നെ കല്യാണം കഴിക്കാൻ മറക്കില്ല. ഭക്ഷണം വായിച്ചോണ്ടിരിക്കുമ്പോഴേ ഇതിങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് 500 പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ 40 ഹദീസ്, നമ്മളമാരുള്ള ആളുകൾക്ക് പറ്റിയ റിയാദുസ് സാലിഹീൻ, പണ്ഡിതന്മാർക്ക് പറ്റിയ ഷറഹ് മുസ്ലിം, അങ്ങനെ എല്ലാ കാറ്റഗറിയെയും അഡ്രസ് ചെയ്തുകൊണ്ട് 500ഓളം പുസ്തകം 40 വർഷത്തിനുള്ളിൽ എഴുതി. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭക്ഷണം കഴിക്കൂല ഈ വായന. അപ്പൊ ഉമ്മ ഒന്ന് ഊട്ടിവിടും. കുറച്ചു നേരം ഉമ്മ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലോ പറയും അല്ലേ. അപ്പൊ പറയും തോന്ത് കഴിയാൻ പിന്നെ എന്റെ പൊന്നുമാനെ എന്നെ ഊട്ടി വിട്ടടാ ഞാൻ നേരത്തെ. അങ്ങനെ അതിൽ ലയിച്ചു. ഇങ്ങനെ ഓരോ ബുഖാരിയെ കുറിച്ച് പറയാം. നമ്മുടെ സമയം കഴിഞ്ഞ് സമയത്ത ഇതേപോലെ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞ 11 വയസ്സിലാണ് 2 ആളുകൾ തമ്മിൽ പറയുമ്പോ ആരാണ് ഈ ഹദീസിനൊക്കെ ഒന്ന് കല്ലും നെല്ലും വേർതിരിക്കാൻ, കതിരും പതിരും വേർതിരിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ ബുഖാരയുടെ കൊച്ചു ബാലൻ തീരുമാനമെടുത്തത്. അനലഹ ഞാനുണ്ടാവും. ഓരോ ദിവസം രാത്രിയും 20 തവണ ഞെട്ടി ഉണർന്നു. ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭൂമിയെ 2 തവണ ചുറ്റാൻ മാത്രം യാത്ര ചെയ്തു. 7500ഓളം ശരിയായ ഹദീസുകൾ കടഞ്ഞെടുക്കാൻ 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠം ചെയ്തു. എങ്ങനെ പറയണേ പറയാം. അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ഇന്നത്തെ നമ്മൾ അല്ലെ. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആയത് കുറെ ആളുകൾ റോമാസൻ ഡേ അല്ലെ, ഒരു ദിവസം ഉണ്ടായതല്ല റോം. അതിന്റെ പിന്നിൽ ഒരുപാട് കനൽപഥങ്ങളുണ്ട്, അത് താണ്ടിയിട്ടുണ്ട്. അവരൊക്കെ കൊണ്ട വെയിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന തണൽ. നമുക്കും ചെറുത് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുട്ടികൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്തുമാക്കി അപ്പാഹത്തി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയെ ഏറ്റവും നല്ല നിലയിൽ വാർത്തും വളർത്തുമെടുക്കുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.